ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ പട്ടം. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച നമ്മൾ ലോക ആസ്മ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷം നമ്മൾ മെയ് 5-ാം തീയതിയാണ് ആ ദിനമായി ആചരിക്കുന്നത്. ആസ്മ മൂലം ലോകമെമ്പാടും ഒരുപാട് ആളുകൾ ഇന്നും ബുദ്ധിമുട്ടുന്ന ഒരു രോഗം തന്നെയാണ്. ആസ്മ നമുക്കെല്ലാം വളരെ സുപരിചിതമാണെങ്കിലും ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിൽ ആസ്മ കാരണം ബുദ്ധിമുട്ടുന്നത്. ആസ്മ ഒരു ദീർഘകാല രോഗമാണ്. അതിൽ മെയിനായിട്ടും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ശ്വാസം പോകുന്ന നാളങ്ങൾക്ക് ചുരുക്കമാണ് കൂടുതലായി ചുരുക്കം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ ശ്വാസനാളങ്ങൾ ചുരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും അതേ തുടർന്ന് നമുക്ക് വീസിംഗ് സൗണ്ട്, നമുക്ക് രാത്രി കാലങ്ങളിലെ ചുമ, ചെസ്റ്റ് പെയിൻ, ചെസ്റ്റ് ടൈറ്റ്നസ് തുടങ്ങിയ സിംറ്റംസ് ആണ് കൂടുതലായിട്ട് കാണാറുള്ളത്. ആസ്മ രോഗത്തിന് നമ്മൾ പ്രധാനമായും നിർണ്ണയിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ലങ്സിന്റെ ഫംഗ്ഷൻ ആണ്. അതല്ലാതെ മറ്റു ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ലങ്സിന്റെ ഫംഗ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് ആസ്മയുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുവാൻ സാധിക്കും. ആസ്മയുടെ ശരിയായ ചികിത്സയിൽ വരുന്നത് ഇൻഹേലർ മരുന്നുകളാണ്. ഇൻഹേലർ എന്ന് പറയുന്നത് നമുക്ക് 2 ഗ്രൂപ്പിൽ കാണാം. ഒന്ന് റിലീവർ മരുന്ന്, അതായത് നമുക്ക് വരുമ്പോൾ നമുക്ക് എടുക്കുന്ന മരുന്നുകളെയാണ് ഇൻഹേലറിനെയാണ് റിലീവർ എന്ന് പറയുന്നത്. കൺട്രോളർ എന്ന് വെച്ചാൽ നമുക്ക് ശ്വാസമുട്ട് വരാതിരിക്കാൻ അല്ലെങ്കിൽ ആസ്മയെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മരുന്നാണ് കൺട്രോളർ എന്ന മരുന്ന്. ഈ ആസ്മ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്. അതായത് നമുക്ക് കുടുംബ പാരമ്പര്യമായിട്ട് നമ്മുടെ പേരൻസിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനുണ്ടെങ്കിൽ അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വേറെ ട്രിഗേഴ്സ് ആണ് പൊടിയും തണുപ്പും. പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീട്ടിലുള്ള പൊടികളാകാം, നമുക്ക് പൂമ്പൊടികളാകാം, നമ്മുടെ പെറ്റ്സിന്റെ ഫറാകാം, അതായത് പട്ടി, പൂച്ച, പ്രാവ്, തത്ത, കോഴി ഇവയുടെ നിന്നും ഉണ്ടാകുന്ന നമ്മുടെ പ്രോട്ടീൻ അംശങ്ങൾ നമ്മൾ ആസ്മയുള്ള ഒരു രോഗി ശ്വസിച്ചാലും അവർക്ക് ആസ്മ രോഗം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഇൻഹീലർ മരുന്നാണ്. ഇൻഹീലർ മരുന്ന് എടുക്കുന്നത് മാത്രം ചികിത്സയിൽ ഒതുങ്ങുന്നില്ല. ഇൻഹീലർ മരുന്ന് എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എൻവയൺമെന്റൽ ട്രിഗേഴ്സ്, അതായത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോളൻസ് അല്ലെങ്കിൽ പൂമ്പൊടി, പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി വയ്ക്കുക, നമ്മുടെ ചുറ്റുമുള്ള പൊടികൾ കുറയ്ക്കുക, സാമ്പ്രാണി, ചന്ദനത്തിരി അതുപോലെയുള്ള സ്ട്രോങ് സെന്റ്, സ്മെല്ല് അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. ആസ്മ എന്ന രോഗം നമുക്ക് ശരിയായി ചികിത്സിച്ചാൽ അതിനെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. കുട്ടികളിൽ നമ്മളിപ്പോൾ ഒരുപാട് ആസ്മ രോഗങ്ങൾ കാണാറുണ്ട്. COVID-19 ശേഷം നമ്മൾ ഒരുപാട് ആസ്മ മുതിർന്നവരിലും കാണാറുണ്ട്. അപ്പോൾ ആസ്മ ഒരു നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ പറ്റുന്ന, അതായത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ്. ആസ്മയിൽ ഉണ്ടാകുന്ന ആ ശ്വാസം മുട്ടെന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്നതാണ്. അതിനായിട്ട് തക്കതായി ഇൻഹീലർ എടുത്താൽ നമുക്കൊരു പരിധി വരെ അത് കൺട്രോൾ ചെയ്ത് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റുക എന്നത് നമ്മുടെ ഒരു അവകാശം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ആസ്മ രോഗി ഒരു ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ ആസ്മയുള്ള ഒരാളും ഭയപ്പെടേണ്ട കാര്യമില്ല. ശരിയായി ചികിത്സിച്ചാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ലോക ആസ്മ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച്, അത് ഡോക്ടർമാർ മാത്രമല്ല അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാത്രമല്ല, സമൂഹം ഒരുമിച്ച് തന്നെ നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.